ഹായ് ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ലപോലെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നത് മാത്രമാണ് ഇനി നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ സ്റ്റഡി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. IT ആണ് ഇന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ഫുൾ ടൈം അങ്ങനെ ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല. കുറേ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഇന്ന് പഠിക്കാതിരിക്കുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ മൈൻഡ് ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. എങ്കിലും നമ്മൾ പഠിക്കേണ്ട കടമ നമ്മൾ പഠിക്കുക തന്നെ വേണമല്ലോ. ചുറ്റിലുമുള്ള ആൾക്കാർക്ക് നമ്മുടെ പഠനത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയെക്കുറിച്ചും യാതൊരുവിധ അറിവില്ലായ്മയും അതുപോലെ തന്നെ ഒരു വിലയും കൽപ്പിക്കാത്ത, പഠിക്കുന്ന ഒരാളെ പുച്ഛിച്ച് കാണുന്ന അങ്ങനെ ഉള്ള ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകത എടുത്ത് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ അങ്ങനെ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. പുറമേ പറയുന്നില്ല എങ്കിൽ പോലും ഒരു തരത്തിലും നമ്മളെ പഠിക്കാൻ അനുവദിക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരോടൊക്കെ പുച്ഛം മാത്രം. തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ നമ്മൾ തിരിച്ചങ്ങോട്ടും കൊടുത്താൽ അവിടെ തീർന്നു പ്രശ്നം. മറ്റത് നമ്മൾ ഒറ്റയ്ക്കല്ല, ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ സഹിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പഠിക്കാതിരിക്കുന്നത് കേട്ടോ. പിന്നെ എത്രയും പെട്ടെന്ന് നല്ലപോലെ മാർക്ക് നേടാൻ സാധിക്കുന്ന അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കി പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം തന്നെ, ഒരു എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് എക്സാമിൻ്റെ പ്രഷർ ഉണ്ടാവും, അതുപോലെ പഠിച്ച് തീർന്നിട്ടില്ല എന്നുള്ള പേടി ഉണ്ടാവും, പഠിച്ചതെല്ലാം മറന്നു പോകുന്നുണ്ടോ എന്ന പേടി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടിൻ്റെ കാര്യം, അങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് തലയിലൂടെ ഓടിപ്പോകുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്നെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതെന്തായാലും എക്സാമിന് മുന്നുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇനി എക്സാം കഴിഞ്ഞിട്ടേ വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ. പഠിക്കാൻ തീരെ സമയം കിട്ടുന്നില്ല. പിന്നെ ഞാനും കുറച്ച് ഡൗൺ ആണ്, മെൻ്റലി ഞാൻ വളരെ ഡൗൺ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വരണം. ഇനിയാണെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. സെപ്റ്റംബർ 7-നാണ് എനിക്ക് എക്സാം വരുന്നത്. അപ്പോഴേക്കും കുറേ ടോപ്പിക്സൊക്കെ നോക്കി കഴിയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഓടിച്ച് വായിച്ച് പോകണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ നല്ല ടെൻഷനിലുള്ള ഒരാളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസവും കടന്നു പോകും എന്നത് മാത്രമാണ്. ചരിത്രത്തിൽ കുറിച്ച് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ഈ നേരവും കടന്നു പോകും. അപ്പോൾ ഞാൻ അത് തന്നെയാണ് പറയുന്നത്, ഈ നേരവും കടന്നു പോകും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ ഒരു നേരവും കടന്നു പോകും. അവസാനം നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം നല്ല പോലെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ പിന്നീട് നമുക്കത് യൂസ്ഫുൾ ആവും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ മോളെ സേഫ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ജോലിക്ക് പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ജോലി വേണമെന്ന് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹവും അത് തന്നെയാണ്. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഇട്ട് തന്നത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ടായില്ല എന്നല്ല, അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പഠിക്കാനോ അതുപോലെ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2-3 എക്സാം എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് എനിക്കുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് തന്നത്. അപ്പോൾ ഞാൻ കരുതുന്നു, ഞാൻ നല്ലപോലെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി എൻ്റെ മോളെ സേഫ് ആക്കണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു കഷ്ടപ്പാടിലാണ്. ഈ ഒരു എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതൊന്നും ഇപ്പോൾ എൻ്റെ വിഷയമല്ല. പഠിച്ച കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനി വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചോ അങ്ങനെ പലതര ചർച്ചകളൊക്കെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിലൊന്നും പോയി നിന്ന് സമയം കളയരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. കട്ട് ഓഫ് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പഠിച്ച കാര്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നല്ലപോലെ കോൺഫിഡൻ്റായി എക്സാം എഴുതിയിട്ട് നല്ല പുഞ്ചിരിയോടുകൂടി എക്സാം ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക. അത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വപ്നവും അത് തന്നെയാണ്. എനിക്ക് നന്നായി തന്നെ എക്സാം എഴുതാൻ പറ്റണം എന്നതാണ്. അല്ലാതെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക അങ്ങനെയുള്ള ടെൻഷനൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ട എന്നാണ് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും വരുന്ന കമൻസാണ്, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ, ട്രിവാൻഡ്രത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ റിലേറ്റീവ്സ് ഫാക്ട്സ് പഠിച്ചിട്ടോ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അങ്ങനെ പഠിക്കുന്നത് നല്ലതായിരിക്കാം. എങ്കിൽ പോലും ഈ ചോദിച്ച കാര്യം തന്നെ അഥവാ ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യനോ അങ്ങനെയൊക്കെ തന്നെ ചോദിക്കുള്ളൂ. പിന്നെ റിലേറ്റീവ് ഫാക്ട്സ് പഠിക്കുന്നത് നല്ലതായിരിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ബേസ് ചെയ്ത് പഠിക്കുന്നത് എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. ആദ്യമൊക്കെ അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. റിലേറ്റീവ് ഫാക്ട്സ് മാത്രം പഠിച്ചാൽ അവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാലോ, ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എത്രയോ ഡിഫറൻ്റ് ആണ് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാംസ് എത്രത്തോളം ടഫാണ് അല്ലെങ്കിൽ എത്ര സിമ്പിളാണോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതും ഒന്ന് ജസ്റ്റ് നോക്കുക, എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കാര്യങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ച് മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ
GK പാർട്സ് അതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം റിലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അത് നമ്മൾ പഠിക്കണം. അല്ലാതെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചിരുന്നിട്ട് ഇനി വരാൻ പോകുന്ന എക്സാംസിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് അത് പറഞ്ഞു തരുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഏകദേശം എനിക്കങ്ങനെ അറിയത്തൊന്നുമില്ല, എന്നാൽ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ നിന്നാണെങ്കിൽ എപ്പോഴും കണ്ടുവരുന്നത് യൂറോപ്യന്മാരിൻ്റെ സംഭാവനകൾ അങ്ങനെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നോക്കുന്നത് നല്ലതായിരിക്കാം. ആദ്യമായി നോക്കുന്നവരോടല്ല, അത്യാവശ്യം പെർഫെക്റ്റായി പഠിച്ച കാര്യങ്ങൾ ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടിയെടുക്കാമല്ലോ. അപ്പോൾ അതൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, INC അതിൽ നിന്നൊക്കെ എപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാർ, അതൊക്കെ ചൈനീസ് റവല്യൂഷൻ, അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഓരോന്ന് വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ UNO. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വാർഷികം, 75-ാം വാർഷികം അല്ലെങ്കിൽ 25-ാം വാർഷികം, കുടുംബശ്രീൻ്റെ ആണെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ വാർഷികം കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ NATO ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നതായി കണ്ടു. അതേപോലെ വാർഷികങ്ങൾ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ. ജോഗ്രഫിയിലാണെങ്കിൽ അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, എർത്ത് സ്ട്രക്ചർ അതെപ്പോഴും വരുന്നതാണ്. അതിൽ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ കളേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുവരെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ കേരള നവോത്ഥാനം അങ്ങനെയുള്ള ഭാഗങ്ങൾ, അതിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു ഭാഗത്തിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. 5 ഇയർ പ്ലാൻസ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരു ഭാഗവും വിട്ട് കളയാനില്ല. എല്ലാത്തിനും എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് നമ്മൾ കണ്ടിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഗവേൺസ് ആണെങ്കിലും അതുപോലെ അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കും അവിടെ നിന്ന് വരുന്ന 5 ചോദ്യങ്ങളും അങ്ങനെയുള്ളതൊന്നും വിട്ട് കളയരുത്. ആ ഭാഗങ്ങളൊക്കെ നല്ലപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കി, അവിടെ നിന്നൊക്കെ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് നല്ല മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ നല്ലപോലെ തന്നെ വായിക്കുക. ബയോളജി ആണെങ്കിൽ അത്യാവശ്യം ചോദിച്ച റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ബയോളജിയിലും കെമിസ്ട്രി, ഫിസിക്സ് ഒന്നും അങ്ങനെ കടുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടില്ല. ഇനി സ്പോർട്സിലാണെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുള്ള സ്പോർട്സും അതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ CA ലാണെങ്കിൽ അവാർഡ്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പോൾ ധാരാളം അവാർഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ എന്തെങ്കിലും പുരസ്കാരങ്ങൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെങ്കിൽ പത്മശ്രീ അവാർഡ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള മരണപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കൃതികൾ അതൊക്കെയാണ് ചോദിച്ചു കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കമ്പ്യൂട്ടറിലാണെങ്കിൽ തന്നെ 3 മാർക്ക് വിട്ട് കളയേണ്ട ചെറിയ ടോപ്പിക്കാണ്, അത് നന്നായി തന്നെ പഠിക്കുന്നത് നല്ലതായിരിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം കമ്പ്യൂട്ടറൊക്കെ അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ 3 മാർക്ക് പഠിക്കാതെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൽ ഇമ്പോർട്ട്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും എപ്പോഴും ചോദിച്ചു വരാറുള്ളത്. അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അതൊക്കെ ജസ്റ്റ് ഒരു തവണ വായിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ആണെങ്കിലും 5 മാർക്കുണ്ട്. ഇമ്പോർട്ടൻറ്റ് ആക്ടുകളിലെ എല്ലാം ഒന്നും വിട്ട് കളയുന്നില്ല, എല്ലാം പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതുവരെ അതിൽ സെപ്പറേറ്റ് ആക്ട്സ് ഏതൊക്കെയാണെന്ന് അങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് വായിച്ചു വിടുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം എങ്ങനെ ചോദിക്കുമെന്ന് നമുക്ക് ഒരു പിടുത്തവുമില്ല. എന്നാലും 2023 അത്യാവശ്യം നല്ലപോലെ തന്നെ പഠിക്കുക. 2024 ഏകദേശം നമ്മൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്നതായിരിക്കും, ഓർമ്മയുണ്ടാവും ചില കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ISR ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തവണ ഈ വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കുറച്ചുകൂടെ നന്നായി നോക്കണമെന്ന്. ഒരുപാട് കമ്മീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വനിതാ കമ്മീഷൻ അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് പിന്നെ എപ്പോഴും ഈ ഒരു സ്ഥാനത്തിലുള്ള ആൾക്കാരിൻ്റെയൊക്കെ വരുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഏത് പോസ്റ്റിലാണ്, ഇപ്പോൾ കേരളത്തിലുള്ള മന്ത്രിസഭയിലെ ആൾക്കാർ, കേന്ദ്ര മന്ത്രിസഭ അങ്ങനെയുള്ള പദവികളൊക്കെ കൂടുതലും CA ആയി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ പഠിക്കുക എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, അതൊക്കെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ടെൻഷനൊന്നും ഇല്ലാതെ കൂളായി ഇരുന്ന് എക്സാം എഴുതാൻ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. മനസ്സെപ്പോഴും റിലാക്സ് ആക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു പഠനം എന്ന് പറയുന്നത് ഈ ഒരു സമയം വരെയൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ്ലി ഇരുന്നതൊന്നുമല്ല, എങ്കിലും ഇതുവരെയൊക്കെ ഇരുന്ന് പഠിക്കാൻ സാധിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.